വീണ്ടും പോലീസിന്റെ മുമ്പിലുള്ളൊരു വിഷയമാണല്ലോ. അതിലിപ്പോൾ ഒരു മന്ത്രി അഭിപ്രായം പറയുന്നത് ഉചിതമല്ല. പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. CPIM-ന് വേണ്ടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. UDF-ലുള്ള രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ മുമ്പിലുള്ളൊരു വിഷയമെന്നുള്ള നിലയിൽ, മന്ത്രിസഭയിലൊരു അംഗമെന്ന നിലയിൽ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഉചിതമല്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ഒരു ഈ ചൂരൽമലയിലെ വാടക വീടുകളിലേക്ക് ആളുകൾ മാറ്റുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും നടപടിക്രമങ്ങളായിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതിന് മുന്നിലുള്ള വാടക വീടുകളുടെ കാര്യത്തിൽ, അതായത് ടെമ്പററി റീഹാബിലിറ്റേഷൻ, താൽക്കാലിക പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ വേഗതയിലാണ് കാര്യങ്ങൾ ചെയ്തു വരുന്നത്. ഞങ്ങൾ തുടക്കത്തിലെ ശ്രദ്ധിച്ചൊരു കാര്യം, ഇത്തരം ദുരന്തങ്ങളും പ്രയാസഘട്ടങ്ങളും വരുമ്പോൾ ആളുകൾ ക്യാമ്പുകളിലാകാറുണ്ട്. ആ ക്യാമ്പുകൾ മഹാഭൂരിപക്ഷവും സ്കൂളുകളാണ്, വിദ്യാലയങ്ങളാണ്. അവയിൽ നിന്നും അവർക്ക് തിരിച്ച് താമസമാക്കാൻ, ഇപ്പോൾ ഇവിടെയാകുമ്പോൾ അവർക്ക് അവരുടെ വീടില്ല, തിരിച്ച് അവർക്ക് ആ ക്യാമ്പിൽ നിന്നും മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാൻ സമയമെടുക്കാറുണ്ട്. സുനാമി ദുരന്തമൊക്കെ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. അത് ഞങ്ങൾ പൊതുവെ ചർച്ച ചെയ്യുകയും എത്രയും വേഗത്തിൽ ഇതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നിശ്ചയിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ ദുരന്തമുണ്ടായ ഇടങ്ങളിൽ 14 ക്യാമ്പുകളാണ്. ആ 14 ക്യാമ്പുകളിൽ ഒരു പ്രത്യേക സർവേ ടീമിനെ നിശ്ചയിച്ചു. 19 അംഗ ടീമാണ് എന്നെൻ്റെ ഓർമ്മ. ആ ടീം പോയി ഓരോ കാര്യങ്ങളും, ഫാമിലി പ്രൊഫൈൽ ഉൾപ്പെടെ, ക്യാമ്പംഗങ്ങളുടെ അഭിപ്രായമാണല്ലോ പ്രധാനം, അവരുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോയി. വാടക വീട് എന്നുള്ള നിലയിൽ ലഭ്യമായ ഓഫറുകൾ അവർക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ നിന്നും ആളുകൾ 4 നിലയിലാണ് ഭാവിയിൽ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ചിലർ സ്വന്തം തന്നെ അവരുടെ ബന്ധു വീടുകളിലേക്ക് മാറുകയാണ്. ചിലർ സ്വന്തം തന്നെ വാടക വീടുകൾ നിശ്ചയിച്ച് വാടക വീടുകളിലേക്ക് മാറുകയാണ്. ചിലർ ഇപ്പോൾ വന്നിട്ടുള്ള പുനരധിവാസത്തിൻ്റെ ഭാഗമായി, താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള സ്പോൺസേർഡ് ആയിട്ടുള്ള വീടുകളിലേക്ക് മാറാൻ തയ്യാറാവുകയാണ്. ചിലർ സർക്കാർ ക്വാർട്ടേഴ്സുകൾ, PWD ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്ക് മാറാൻ തയ്യാറാവുകയാണ്. അങ്ങനെ 4 നിലയിലാണ് ആളുകൾ മാറാൻ തയ്യാറായിട്ടുള്ളത്. അത് ആരൊക്കെ എങ്ങനെയൊക്കെയെന്ന് സോർട്ട് ചെയ്ത് എത്രയും വേഗത്തിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു നിലയാണ് പൊതുവെ സ്വീകരിക്കുന്നത്. എല്ലാവരും തൃപ്തരാണ് അക്കാര്യത്തിൽ. കുറേ ആളുകൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. എത്രയും വേഗത്തിൽ അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കി പോകാൻ തുടക്കത്തിൽ ഞങ്ങൾ നിശ്ചയിച്ചത് യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ വകുപ്പ് അല്ലെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുന്നിൽ എന്തെങ്കിലും അത് ബന്ധപ്പെട്ടവർ പറയട്ടെ. ഞാൻ ഈ കാഫിർ വിഷയത്തിനകത്ത് അത് പറഞ്ഞില്ല. ഒറ്റ കാര്യം, കാഫിർ വിഷയത്തിനകത്ത് മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ CPM-നകത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടല്ലോ. അതായത് ഗോവിന്ദമാഷ് എന്ന് പറയുന്നു, സഖാവ് MV ജയരാജൻ മറ്റൊന്ന് പറയുന്നു. ഗോവിന്ദമാഷ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, ഈ വിഷയത്തിലെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പോലീസിന് മുമ്പിലുള്ളൊരു കേസിൽ ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി CPIM-ന്റെ നിലപാട് പറഞ്ഞതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ നിലപാടും പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഗോവിന്ദമാഷ് ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ കാര്യങ്ങൾ. അത്തരമൊരു രീതിയും ഇടതുപക്ഷത്തിനില്ല. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രീതിയല്ല എന്തെങ്കിലും ഇത്തരം പ്രചരണങ്ങൾ. ഞങ്ങൾ സ്ട്രെയിറ്റാണ് കാര്യങ്ങൾ, രാഷ്ട്രീയമായി കാര്യങ്ങൾ പറയുക. ബാക്കി പോലീസ് അന്വേഷിച്ചിട്ടുണ്ടല്ലോ, പോലീസ് എങ്ങനെ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. ഗോവിന്ദമാഷ് ഇന്നലെ പറഞ്ഞാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. എല്ലാ നിലയിലും പോലീസ് അന്വേഷിക്കട്ടെ. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ സൂചിപ്പിച്ചാണ്. അത് പോലീസ് അന്വേഷിക്കുന്ന കാര്യത്തിൽ ഒരു മന്ത്രി കയറി അഭിപ്രായം പറഞ്ഞാൽ നാളെ എന്താ പറയുക, ആളുകൾ പറയാം ഒരു ഗവൺമെൻറ്റിൻ്റെ മന്ത്രി തന്നെ ഇതിൽ കാര്യങ്ങൾ പറയണം. അങ്ങനെ പറയാൻ പാടില്ലല്ലോ, പറയുന്നത് ശരിയല്ലല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ അഭിപ്രായം ഇതിലുണ്ട്.
CPM അഭിപ്രായം വളരെ ശക്തമായി തന്നെ ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്.